ഹലോ ഗായ്, നമ്മളെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗായ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളിൽ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ വരാത്ത വീഡിയോ ഒന്നും കാണിച്ചല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ സ്കൂൾ കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റുഭാഗമൊന്ന് പഴയ ഓർമ്മയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. ജയിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സ്കൂളിൻ്റെ മെയിൻ പേരെന്താ വെച്ചാൽ ഇസ്മായിൽ താജ് മെമ്മോറിയൽ സ്കൂൾ പരത്തനപ്രായ. അതാണ് സ്കൂളിൻ്റെ ശരിക്കും പേര്. പിന്നെ നിങ്ങൾ പഴയ ഒരു ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിച്ച് ആ ഓലൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഏത് ക്ലാസ്സിൽ പഠിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കണേ. ഇപ്പോൾ കുറേ മാറി, ഇവിടെ പെയിൻ്റൊക്കെ കൊടുത്ത് വൃത്തിയാക്കി ഇപ്പം നല്ല മട്ടത്തിൽ സെറ്റപ്പാണ് കാണുന്നത്. പിന്നെ ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൻ്റെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നോക്കട്ടെ. ഇവിടെയാണ് ഞാൻ ആദ്യം ഫസ്റ്റ് കയറുമ്പോൾ 5A ക്ലാസ് ഇവിടെയാണ്. ഇതാണ് വാതിലിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ നല്ല മൊഞ്ചനായിരിക്കണം. അന്നത്തെ കോലം ഇപ്പോഴത്തെ കോലം വ്യത്യാസമുണ്ട്. പിന്നെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന നമ്മൾ സ്ഥിരം നോക്കുന്ന ഒരു സംഭവമുണ്ട്, സ്കൂൾ ബസ്. അങ്ങനത്തെ ഒരു കാലേ. ഇപ്പോൾ കുറച്ച് ബോധം ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിച്ചു ഒന്ന് വെച്ചൊന്നിങ്ങനെ കണ്ടു നോക്കിയിട്ട് ഇങ്ങനെ ഇപ്പോൾ കുറേ മാറിയല്ലോ എന്നുള്ള ഒരു മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ഉള്ളൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അന്നും ഇന്നും അതേമാതിരി തന്നെ ആണോ നോക്കിയതാണ് കേട്ടോ. ഞാൻ പഠിച്ച ക്ലാസ് ഞങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും എല്ലാവരും മറ്റുള്ളവർക്ക് കൂടെ പഠിച്ചവരും എല്ലാവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓൽക്കും ഉണ്ടാവല്ലോ പഴയ ഒരു ഓർമ്മ. ഇതാട്ടെ ഞാൻ 6A ഇവിടെ കേട്ടോ. എൻ്റെ ജനാലിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കട്ടെ. ഇപ്പോൾ അന്നുള്ളൂ, ഒരു മാറ്റം ഇല്ലല്ലോ. ആ തൽക്കലും കേട്ടോ, ആ തൽക്കലും ഉണ്ടാവും, ആ ഫ്രണ്ടിലും ഉണ്ടാവും നമ്മൾ സ്ഥിരം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. ഒരു ഭയം പറഞ്ഞുകൊണ്ട് നമ്മൾ പോന്നു. പിന്നെ ഇവിടെ ടീച്ചർമാർ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മാറിയിന്, ഇവിടെ വേറെ എന്തോ ആണ്. ഇവിടെ അരി കൊടുക്കണ സംഭവം അത് ഇപ്പോഴും കൊണ്ടിട്ടു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇവിടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെ കൊടുക്കലെന്നുള്ളത്. ഇവിടെ ഒരു ചോറിൻ്റെ ചെമ്പും വെക്കും, ഇവിടെ ഒരു കറിൻ്റെ ചെമ്പും വെക്കും, അല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും ഭരിക്കും, എന്നിട്ട് ഫുഡ് കൊടുക്കും. അന്നത്തെ ഒരു കാലേ. ഇപ്പോൾ കുറേ മാറിയിരിക്കുന്നു. പിന്നെ A ഞാൻ കാണിച്ചു തരാം. A ഇതാണ്. ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഇതാണ് A. ഇപ്പോൾ ആ റൂം ടീച്ചർമാർ നിൽക്കുന്ന റൂമായി മാറി. ഭയങ്കര മിസ്സിങ്. ലാസ്റ്റ് ഫൈനലി ഇവിടുന്ന പോയത്. അതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മളത് A. ഭയങ്കര മിസ്സിങ്ങാണ്. കൂടെ പഠിച്ചവരൊക്കെ ഒന്ന് കമൻറ്റിലായിരിക്കും കേട്ടോ. നമുക്കൊന്ന് കൂടണ്ട എല്ലാവരും കൂടി വന്നിട്ട്. പിന്നെ
ഇവിടെ ഒന്നും മരമൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ വലിയ മരമായിട്ടോ. ഇപ്പോൾ മഴ പെയ്യണ ടൈമിലൊക്കെ എന്തേലും രസം എന്ന് പറയുക. ഇപ്പം വലിയ മരമായി. പിന്നെ എൻ്റെ ക്ലാസ് ആദ്യം അവിടെ പഠിച്ച്, പിന്നെ നേരെ വന്ന് ഇവിടെ വന്ന്, അങ്ങോട്ടല്ല ഇങ്ങോട്ട് അത് തന്നെ. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് ഓക്കെ. അപ്പോൾ ഇനി ഓഫീസ് കാണിച്ചു തരാം. ഓഫീസ് വന്നു അവിടെ തന്നെ കേട്ടോ. ഇതാണ് നമ്മളെ ഓഫീസ്. ഇവിടെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല് ഇവിടെ തന്നെ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ വേച്ചുകാനും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കേട്ടോ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ റൂം അവിടെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ പഴയ ഒരു ഓർമ്മ ഉണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കണ ഒരു സംഭവമുണ്ട്. അവിടുന്ന് ഫുഡ് മേടിക്കാണ്ട് നേരെ ഇവിടെ ഇരുന്നിരിക്കും ഒന്ന്. രണ്ടാമത് അവിടെ ഇതില്ലാത്ത ടൈമിൽ, ഇതിപ്പോൾ പുതിയത് ഉണ്ടാക്കിയതാണ്. അതില്ലാത്ത ടൈമിൽ ഫുഡും കഴിച്ചതൊക്കെ ഇവിടെ കേട്ടോ. ഒരു 4 ആൾക്കാർ കൂടിയിട്ട് അല്ലെങ്കിൽ 3 ആൾക്കാർ കൂടിക്കാണ്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇരിക്കലും കളിച്ചലൊക്കെ. അന്നൊക്കെ ഒരു രസമേ. ഇപ്പം അതൊക്കെ ഉണ്ടാക്കിയത് ഭയങ്കര മിസ്സിങ്. പഴയതും കാണാൻ പറ്റിയില്ലോ. പക്ഷെ പുതിയത് കാണാൻ പറ്റി. ഇപ്പോൾ എന്താ പറയുക, തുടങ്ങിയിട്ടില്ല എന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ് പഠിച്ചു ഒക്കെ ഒന്ന് പറയണേ. പിന്നെ ഇവിടെ ഇപ്പോൾ മരമില്ലാത്ത ടൈമിൽ എന്തോ ഒരു സെറ്റപ്പ് അറിയോ. പുള്ളി റൗണ്ട് പോലെ ഇപ്പോൾ മരയും എല്ലാം ആയില്ലേ. പിന്നെ സ്കൂളിൻ്റെ സ്റ്റേജ് കണ്ട നമുക്ക്. ഇതാണ് നമ്മളെ സ്റ്റേജ്. ആദ്യം തേച്ചിട്ടൊന്നുമില്ലേനി. തേച്ച് പിന്നെ ടീച്ചൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പല്ലേ. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്ന് പോയേക്കണേ. നമുക്ക് ആ പഴയൊരു ഓർമ്മ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ സ്കൂൾക്ക് ആദ്യം പോകുമ്പോൾ നമ്മൾ ചേച്ചിമാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഉള്ളി വെട്ടി കൊടുക്കുക, തക്കാളി അങ്ങനെയൊക്കെ വെട്ടി കൊടുക്കാനൊക്കെ നമ്മൾ മാത്രമല്ല എല്ലാവരും കൂടിക്കാണ്ട് ഒരു സംഭവമുണ്ട്. പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എല്ലാവരും കൂടിക്കാണ്ട്. ആദ്യം ഇവിടെ ഇനി ഒരു വാതിലും കാര്യങ്ങളൊക്കെ അവിടെ ഇനി. ഇപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ അങ്ങോട്ട് ഡോറ് വാതിലെത്തി. ഇപ്പം ഇങ്ങനെ ഒരു സീറ്റൊക്കെ വെച്ച് സെറ്റപ്പാക്കി. അടിപൊളി. പിന്നെ പഴയ ഓർമ്മ ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, മരം വലുതായതാണ് ഇപ്പം ഏറ്റവും വലിയ ഇത് കാണുന്നത്. നല്ല തണലും ഇട്ടുണ്ട്. പിന്നെ ഉച്ചൻ്റെ ശേഷം നമ്മൾ പള്ളിയൊക്കെ പോകുന്ന സ്ഥലമാണ് ഇത്. പിന്നെ നമ്മൾ ഇൻ്റർവെല്ലൊക്കെ അടിച്ചില്ലേ ഉച്ചക്ക് വെല്ലം അടിക്കുമ്പോഴോ, അതേപോലെ തന്നെ ഒരു 12 മണീൻ്റെ മുന്നേ ഒരു വെല്ലടിയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഐസും കാര്യങ്ങളൊക്കെ അയച്ച് ഇങ്ങനെ മേങ്ങ ഇങ്ങനെ വരും. അവിടെ ഒരു കൂട്ടം ഇവിടെ ഒരു കൂട്ടം അങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഇവിടെ കുട്ടികളെ കഴിക്കുന്ന ഒരു റൗണ്ടൊക്കെ ആയി. എന്തായാലും ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും റൗണ്ട് വേണം. ഒന്ന് ഉഷാറാവണം. നമ്മളെ കൂടെ നല്ല കഴിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളൊരു ഇത് വേണം. പിന്നെ നമ്മളെ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പുല്ലും കാടും പിടിച്ച് ഇറക്കോടത്താണ് നമ്മളെ റൗണ്ട്. എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. ഓട്ടം ഉണ്ട്, 100 മീറ്റർ ഓട്ടോ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനെ ഓരോ ചാട്ടും ചച്ചപ്പോൾ വലിയ പോലെ തന്നെ. ഇപ്പം കാട് പിടിച്ചെടുക്കും. ഇപ്പോൾ കുട്ടികൾ കഴിച്ച സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഒന്ന് സാറാട്ടോ കുളവസും വന്നും ചെയ്ത് വൈകുന്നേരമായിട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പുതിയ ബസ്സാണ്. പഴയ ബസ്സൊക്കെ പോയിരിക്കുന്നു. പുതിയ ബസ്സാണ്. 2 ബസ്സുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞില്ല വണ്ടി നിർത്തിയിട്ടല്ലോ അവിടെയാണ്. ചിലവ് കിട്ടിയില്ല ഇപ്പോൾ എല്ലാവർക്കും. ഒരു ബസ് ഇവിടെ, ഒരു ബസ് അവിടെ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്.
എന്നെയും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.